യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തകൾ, ദൈവരാജ്യത്തെ സംബന്ധിച്ചുള്ള ചിന്തകൾ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ നിന്നും നമുക്ക് ധ്യാനിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. പ്രത്യേകിച്ച് നമ്മൾ ചിന്തിച്ചത്, ദൈവം നമ്മളുടെ വലിയ കടങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ പാപത്തെ അവൻ ക്ഷമിച്ചു. അത് വലിയൊരു കടമാണ്. 10,000 താലന്ത് കടപ്പെട്ടവനായ ഒരുവന് യജമാനൻ കൊടുത്തതായ ക്ഷമ എന്ന് പറയുന്നത് ഏറ്റവും വലുതായിരിക്കുന്നത് പോലെ, ഒരിക്കലും അവനത് തിരിച്ചടയ്ക്കുവാൻ കഴിവില്ലാത്ത ഒരു കടമായിരിക്കുന്ന പോലെ നമ്മുടെ പാപത്തിന്റെ കടം വളരെ ഭീകരമാണെന്നും അത് നമ്മുടെ കർത്താവ് നമ്മളോട് ക്ഷമിച്ചു എന്നതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരോടും ക്ഷമിക്കണം എന്നുള്ളതാണ് ദൈവരാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നിയമം. ഇന്ന് ദൈവരാജ്യത്തിലുള്ള പലർക്കും മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയാത്തതായ അവസ്ഥ അവർ കാണിക്കുമ്പോൾ നിങ്ങളുടെ കടങ്ങളെയും ദൈവം ക്ഷമിക്കില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാണിംഗ് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മൾ ദൈവസ്ഥലേക്ക് കടന്നു വന്ന് നമ്മുടെ പാപക്ഷമയ്ക്ക് വേണ്ടി ദൈവത്തോട് യാചിച്ച് നമുക്ക് പാപക്ഷമ ലഭിച്ചു. ആ പാപക്ഷമ ലഭിച്ചവരായ ആളുകൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ക്ഷമിക്കപ്പെട്ടതായ പാപങ്ങളെ വീണ്ടും ദൈവം നിങ്ങളോട് കണക്കിടും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വസ്തുത നമുക്കിവിടെ ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. അതിനർത്ഥം നമ്മളുടെ ആത്മീയ ജീവിതം അല്ലെങ്കിൽ ആത്മീയ ദൈവരാജ്യത്തിലെ ജീവിതം എന്നുള്ളത് മറ്റുള്ളവരോടുള്ള ബന്ധത്തിലും വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സമാനമായൊരു കാര്യം കർത്താവ് യേശുക്രിസ്തു പറയുന്നുണ്ട്. കാണപ്പെടുന്ന സഹോദരങ്ങളെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കുവാൻ സാധിക്കും? ഒരുപക്ഷെ എന്നെ കേൾക്കുന്നവരായ ആളുകൾ, നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ നാളുകളിലെ പാപക്ഷമ കർത്താവ് റദ്ദ് ചെയ്തു എന്ന് നിങ്ങൾ കണക്കിലാക്കേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരങ്ങളോട് ക്ഷമിക്കുവാനോ അവരെ സ്നേഹിക്കുവാനോ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ ഒരിക്കലും സ്നേഹിക്കുവാൻ കഴിയില്ല. ഒരുപക്ഷെ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, പക്ഷേ ഒരിക്കലും ദൈവം നിങ്ങളുടെ സ്നേഹത്തെ അങ്ങനെ കണക്കിടുന്നില്ല എന്നുള്ള വസ്തുതയും നമുക്ക് ഈ ഭാഗങ്ങളിൽ നിന്നും ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചിന്തിക്കുമ്പോൾ ദൈവരാജ്യത്തിലുള്ള ആ വാല്യൂ, ആ മൂല്യം, അത് വളരെയധികം വേദപുസ്തകപരമാണ്. അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരും അപ്പോസ്തലന്മാരും പഠിപ്പിച്ചതായ മാതൃകയ്ക്ക് ഒത്തവണ്ണമായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. ഒരിക്കലും ഈ ലോകത്തിന്റെ നിലവാരത്തിലല്ല നമ്മൾ ജീവിക്കേണ്ടത്. ലോകത്തിന്റെ ഒരു നിലവാരമുണ്ട്. പലപ്പോഴും നമുക്കറിയാം, ലോകത്തിന്റെ നിലവാരമാണ് ഈ ലോകത്തിൽ പലപ്പോഴും അക്സെപ്റ്റഡ് ആയിരിക്കുന്നത്, സ്വീകരിക്കപ്പെടുന്നത്. എന്നാൽ ദൈവരാജ്യത്തിൽ നമ്മൾ ദൈവരാജ്യത്തിന്റെ ആ നിയമപ്രകാരം ജീവിക്കുമ്പോൾ ഒരുപക്ഷെ ലോകം നമ്മളെ വെറുക്കുമായിരിക്കാം, പക്ഷെ ദൈവം നമ്മെ അംഗീകരിക്കുന്നു എന്നുള്ള വസ്തുത നമ്മൾ ഒരിക്കലും മറന്നുപോകാൻ പാടില്ല. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ അടുത്ത ഉപമയിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇന്ന് ഇതുവരെയുള്ള നമ്മളുടെ പഠനത്തിൽ നിന്നും അല്പം ഒരു വ്യത്യാസവും നമ്മൾ വരുത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ വാസ്തവത്തിൽ ഇന്ന് കടക്കാൻ ആഗ്രഹിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള ഉപമയെക്കുറിച്ചാണ്. 20-ന്റെ 1-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. സ്വർഗരാജ്യം തന്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുടയവനോട് സദൃശ്യം. അതായത് വയലിൽ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുടയവനോട് സദൃശ്യം. എന്നാൽ ഈ ഒരു ഭാഗം നമ്മൾ വിശദീകരിക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ഉപമ കർത്താവ് പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പത്രോസിന്റെ ഒരു ചോദ്യമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതായ ഉപമയും പത്രോസിന്റെ ചോദ്യത്തിന്റെ മുമ്പിലുള്ള ഒരു ഉപമയായിരുന്നു. ഈ ഒരു ഉപമയും പത്രോസിന്റെ ഒരു ചോദ്യത്തിന്റെ മുമ്പിലുള്ളതായ ഒരു ഉപമയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് പത്രോസിന്റെ ആ ചോദ്യവും ആ ചോദ്യത്തിനുള്ള ഉത്തരവുമാണ് വിശദമായി ഇന്നു മുതൽ നമ്മൾ ചില ദിവസങ്ങളിലേക്ക് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ 20-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരുന്നതാണ്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം. പത്രോസ് അവനോട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്തു കിട്ടും എന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രയേൽ ഗോത്രം 12-നും ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു. വളരെ പ്രധാനപ്പെട്ട ചില ചിന്തകളാണ് നമുക്ക് ഈ വേദഭാഗത്തു നിന്നും കാണുവാൻ കഴിയുന്നത്. നമ്മൾ ഒരുപക്ഷെ 1, 2 അല്ലെങ്കിൽ 3 ദിവസങ്ങൾ ഈ ഒരു ചിന്ത മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്.
ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹവും അതേസമയം തന്നെ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഒരു അറിവുമായിരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പത്രോസ് എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരാൾ തന്നെയാണ്. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, പത്രോസ് അവന്റെ നിഷ്കളങ്കതയിൽ നിന്നുമാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പല കാര്യങ്ങളും പത്രോസ് ചിന്തിക്കുന്നു, അതുകൊണ്ട് ആ ചിന്തയുടെ വെളിച്ചത്തിലാണ് താൻ ചോദ്യം ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടല്ലോ പത്രോസിന്റെ മറ്റൊരു ചോദ്യം, ഞാൻ സഹോദരനോട് എത്ര വട്ടം ക്ഷമിക്കണം, 7 വട്ടം മതിയോ എന്ന് യേശുവിനോട് ചോദിക്കുന്നതായ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതിനുള്ള മറുപടിയാണ് ക്ഷമിക്കുന്നതിനെ കുറിച്ച് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ ആ ഉപമയിലേക്ക് നമ്മളെ കൊണ്ടുപോയത്. ഇന്ന് നമ്മൾ പത്രോസ് ചോദിച്ച ഈ ചോദ്യം, അതായത് ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു. പത്രോസിന്റെ ഈ ചോദ്യത്തിന്റെ അർത്ഥം പ്രഥമ ദൃഷ്ടിയാ തന്നെ ഭൗതികമാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ട്. അതായത് ഞങ്ങൾ സകലവും വിട്ട് അനുഗമിച്ചു. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ ഒരു പ്രത്യേകത, അവർ സകലവും വിട്ട് അനുഗമിച്ചവരായിരുന്നു. പടക് വിട്ടു, അവരുടെ ജോലി വിട്ടു, അതേപോലെ അവരുടെ കുടുംബത്തെ അവർ വിട്ടു. എപ്പോഴും അവരുടെ കുടുംബത്തിലേക്ക് പോകുന്നതായ പതിവ് അവരുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. അവർ യേശു വിളിച്ച ആ നിമിഷം മുതൽ അവർ യേശുവിന്റെ പുറകെ യാത്ര ചെയ്തതായ ആളുകളാണ്. അങ്ങനെ സകലവും വിട്ടതുകൊണ്ട് ഞങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്, ഞങ്ങൾക്ക് എന്താണ് പ്രതിഫലം, ഞങ്ങൾക്ക് എന്താണ് ശമ്പളം, ഞങ്ങൾക്ക് ഭൗതികമായിട്ട് എന്താണ് ലഭിക്കുക? ഒരുപക്ഷെ ഇങ്ങനെയുള്ള വിഷയത്തിൽ പത്രോസ് ദിവസങ്ങൾ വളരെ കൺസേൺഡ് ആയിട്ടുള്ള, വളരെ ഉത്കണ്ഠപ്പെട്ട ഒരു മനുഷ്യനായിരിക്കാം. പക്ഷെ അതിനുള്ള ഒരു ചോദ്യമാണ് ഇവിടെ പത്രോസ് ചോദിക്കുന്നത്. പക്ഷെ യേശു അവർക്ക് കൊടുത്തതായ മറുപടി വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള, ആത്മീയമായ മറുപടിയായിരുന്നു. യേശു 28-ാം വാക്യത്തിൽ അതിന് മറുപടി പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ, നോക്ക്, പുനർജനനം. യേശുക്രിസ്തു ഇവിടെ പുനർജനനം എന്നുള്ള ഒരു കാര്യം പറയാണ്. നമ്മൾ സാധാരണയായിട്ട് പുനർജനനം എന്ന് ഉദ്ദേശിക്കുമ്പോൾ വീണ്ടും ജനനം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉദ്ദേശിക്കാറുണ്ടെങ്കിലും ഇവിടെ പറയുന്നതായ പുനർജനനം എന്ന് പറയുന്നത് റിസ്റ്റോറേഷൻ, അതായത് നിങ്ങളെക്കുറിച്ച് ദൈവം പദ്ധതി ഇട്ടിരിക്കുന്നതായ നിങ്ങളുടെ യഥാസ്ഥാനത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ, അതായത് കർത്താവ് യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവിന് ശേഷം ആണ് നമുക്ക് ഈ പുനഃസ്ഥാപനം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ദൈവം നമുക്ക് ഒരു പുതിയ തലത്തിലേക്ക്, പുതിയ ഒരു രാജ്യത്തിലേക്ക്, പുതിയ ഒരു മണ്ഡലത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത്. യേശു ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. അവൻ നമ്മളെ റിസ്റ്റോർ ചെയ്യുമ്പോൾ, നമ്മളെ യഥാസ്ഥാനത്താക്കുമ്പോൾ, ദൈവം ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരുമ്പോൾ, അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞ ആത്മീയമായ മറുപടി ഇവിടെ വളരെയധികം പ്രസക്തമാണ്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, കർത്താവ് യേശുക്രിസ്തു എപ്പോഴും അങ്ങനെ ആയിരുന്നല്ലോ സംസാരിച്ചിരുന്നത്. യേശു മുമ്പേ ദൈവത്തിന്റെ രാജ്യവും നീതി മനുഷ്യപ്പിൻ, അതോടുകൂടെ ഇതെല്ലാം കിട്ടും എന്ന് പറഞ്ഞ അതേ യേശു തന്നെ ഈ കൊടുക്കുന്ന മറുപടിയുടെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ഒരിക്കലും ഭൗതികമായ ഒരു മറുപടി അല്ലായിരുന്നു. തന്റെ രാജ്യത്തെ സംബന്ധിക്കുന്ന, തന്റെ രാജ്യവുമായി ബന്ധപ്പെട്ട, തന്റെ രാജ്യവും നീതിയുമായി സംബന്ധിച്ച ഒരു മറുപടിയാണ് യേശു പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും ഇതൊരു മാതൃകയാകണം. നമ്മൾ എപ്പോഴും ദൈവരാജ്യം, അതിന് നീതിയായിരിക്കണം ആദ്യം ചിന്തിക്കേണ്ടത്. ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ ദൈവരാജ്യവും നീതിക്കും ഞാൻ എന്താണ് അതിൽ പ്രാധാന്യം കൊടുക്കുന്നത്, അതിനുശേഷം മാത്രമേ നമ്മൾ ഭൗതികമായ കാര്യത്തിൽ ചിന്തിക്കാൻ പാടുള്ളൂ. കാരണം ഇതാണ് ദൈവരാജ്യത്തിന്റെ പ്രോട്ടോകോൾ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നതായ കാര്യം. യേശുക്രിസ്തു പറയുന്നു, മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ 12 സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12നും ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ ഈ ശിഷ്യന്മാർ തന്നെയാണ് സഭയുടെ സ്ഥാപനത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്. സഭയുടെ സ്ഥാപനത്തിൽ അപ്പോസ്തലന്മാർ അടിസ്ഥാനമായി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. അതായത് സകലം വിട്ട് അനുഗമിച്ചവരായ ആളുകൾ ഈ ലോകത്തിൽ തന്നെ അവർ ആത്മീയമായ അനുഗ്രഹം പ്രാപിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ അനുഗ്രഹം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ആത്മീയമായി നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയും അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള പൊസിഷനിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരികയും അതേപോലെ തന്നെ നമ്മുടെ പുനർജനനത്തിങ്കൽ അഥവാ ദൈവം നമ്മെ യഥാസ്ഥാനത്താക്കുമ്പോൾ തൻ്റെ മഹത്വത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടെയും ദൈവം നമ്മെ മാനിക്കും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട സത്യമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഈ 12 സിംഹാസനത്തിൽ എന്ന് പറയുമ്പോൾ അതിനും വലിയൊരു അർത്ഥമുണ്ട്. ലൂക്കോസ് അതിനെക്കുറിച്ച് പറഞ്ഞ ഒരു വേദഭാഗം ഞാനൊന്ന് വായിക്കട്ടെ. ലൂക്കോസ് 1:32-33 വാക്യങ്ങൾ.
അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന് സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. കർത്താവ് യേശുക്രിസ്തു യാക്കോബ് ഗൃഹത്തിന് രാജാവായിരിക്കുമെന്ന് പറയുമ്പോൾ ഈ ഇസ്രയേൽ ജനത്തിന്റെ അല്ലെങ്കിൽ യാക്കോബിന്റെ പുത്രന്മാരായ ഈ 12 ഗോത്രങ്ങളുടെയും രാജാവ് യേശുവായിരിക്കുമെന്നുള്ള ഒരു വലിയ സൂചന നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ പ്രവചനികമായി നിങ്ങളോട് പറയട്ടെ, കർത്താവ് യേശുക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവ് യേശുക്രിസ്തു 12 ഗോത്രങ്ങളുടെയും രാജാവായി യേശു വാഴുമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട സൂചന നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 12 ഗോത്രങ്ങളുടെയും സിംഹാസനത്തിൽ ഈ ശിഷ്യന്മാരെ ഇരുത്തുമെന്ന് രാജാവ് തന്നെ ഇവർക്ക് മുൻകൂട്ടി പ്രോമിസ് കൊടുക്കുന്നതായ ഒരു കാര്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കർത്താവ് യേശുക്രിസ്തു തങ്ങൾക്ക് എന്ത് കിട്ടും എന്നുള്ള ചോദ്യത്തിന് യേശു ഒരു വാഗ്ദത്തം അവർക്ക് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ദാനിയേലിന്റെ പുസ്തകത്തിൽ യേശുക്രിസ്തുവിന്റെ ആധിപത്യം നിത്യമാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ യെശയ്യാ പ്രവചനം 9-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ഇവിടെയും യേശുക്രിസ്തുവിന്റെ രാജ്യത്വത്തെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ രാജ്യത്വത്തിൽ അവന്റെ സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെന്ന പോലെ ഈ ശിഷ്യന്മാർ ആയിത്തീരുമെന്നുള്ള ഒരു വലിയ വാഗ്ദത്തം ഇവിടെ കൊടുക്കുകയാണ്. ഇതേ വാഗ്ദത്തം നമുക്കും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു കാര്യം വെച്ചുകൊണ്ടാണ് നമ്മൾ 20-ാം അധ്യായത്തിൽ നമ്മൾ ആ മുന്തിരിത്തോട്ടത്തിന്റെ യജമാനൻ വേലക്കാരെ ആക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. ആ സമയം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യത്തിന് കർത്താവ് യേശുക്രിസ്തു നൽകുന്നതായ ഒരു വാഗ്ദത്തം എന്ന് പറയുന്നത് തികച്ചും ആത്മീയമായ വാഗ്ദത്തമാണ്. എന്നാൽ അതിനർത്ഥം നമുക്ക് ഭൗതികമായ അനുഗ്രഹങ്ങൾ ഈ ഭൂമിയിൽ ഇല്ല എന്നുള്ളതല്ല. നമുക്ക് തീർച്ചയായിട്ടും ഭൗതികമായ അനുഗ്രഹങ്ങൾ ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കും. പക്ഷേ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതും നമ്മൾ പ്രാധാന്യം കൊടുത്ത് ചിന്തിക്കേണ്ടതുമായ വാഗ്ദത്തം എന്ന് പറയുന്നത് എപ്പോഴും ആത്മീയമായ അനുഗ്രഹമായിരിക്കും. അത് നമ്മളുടെ നിത്യതയുമായി ബന്ധപ്പെട്ട അനുഗ്രഹമായിരിക്കും. പക്ഷേ ഞാൻ എത്ര പ്രസംഗിച്ചാലും എത്ര പഠിപ്പിച്ചാലും ആളുകൾക്ക് ഈ ഭൂമിയിൽ അവർക്ക് ലോട്ടറി അടിക്കുമോ, അവർക്ക് സമ്പത്ത് ഉണ്ടാകുമോ, അവർ ഐശ്വര്യമായി അനുഗ്രഹിക്കപ്പെടും എന്നൊക്കെയാണ് അവർക്കറിയേണ്ടത്. പക്ഷേ ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം, ആത്മീയ ദൈവരാജ്യത്തിൽ വന്നിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആത്മീയമായ പ്രോമിസുകളാണ് ഏറ്റവും അധികം പ്രധാനപ്പെട്ടതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ പ്രോട്ടോകോളിൽ പെട്ടതായ ഈ ഭൂമിയിലെ അനുഗ്രഹം നമുക്ക് ലഭിക്കുക, ദൈവത്താൽ ലഭിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് ഈ ആത്മീയമായ അനുഗ്രഹങ്ങളിൽ സന്തോഷിക്കുവാനും ആത്മീയമായ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുവാനും ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. മുമ്പേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്ന് പറയുന്നത് പോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മീയമായ വാഗ്ദത്തങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യം കൊടുക്കണം എന്നുള്ള പ്രധാനപ്പെട്ട വസ്തുത ഞങ്ങൾക്ക് ഗ്രഹിപ്പാൻ തക്കവണ്ണം ഇടയാക്കിയതിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർക്ക് തങ്ങളുടെ യഥാസ്ഥാനത്തിൽ ലഭിക്കാൻ പോകുന്നതായ ആത്മീയ നന്മകളെക്കുറിച്ച് കേട്ടതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ആത്മീയമായ നന്മകൾക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ കൃപയിലേക്ക് വരാത്ത ആരെങ്കിലും എന്നെ ഇന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ അവർ ഈ കൃപയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം നീ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക, ബന്ധപ്പെടുക. അതുപോലെ നിങ്ങൾക്ക് ആത്മീയമായ കൂട്ടായ്മയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.